അതിരപ്പള്ളി നഗരത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായുള്ള ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഒരു ജനത നടത്തുന്ന സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ യുവാക്കളും കുഞ്ഞുങ്ങളും പ്രായമായവരും സ്ത്രീകളും എന്ന് വേണ്ട എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു സമരമാണ്. വലിയ തരത്തിൽ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇവിടെയൊക്കെ പ്രതിഷേധിക്കാൻ നിരവധി ആളുകൾ ഉണ്ട്. വലിയ പ്രതിഷേധമാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലത്തെ അവസ്ഥയല്ല ഇപ്പൊ നിലവിൽ ഞങ്ങളുള്ളത്. ഇവരെന്നും വാക്ക് പറഞ്ഞിട്ട് പോകും. ഈ വാക്ക് പാലിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങൾ പിന്നെ എന്തിനാ ഈ നികുതി അടച്ചുകൂടെ കിടക്കുന്നത്? ഈ സർക്കാർ പിന്നെ എന്തിനാ നോക്കിയിരിക്കുന്നത്? രണ്ട് സർക്കാരുകൾ കൂടി ഞങ്ങളെല്ലാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയല്ല ഞങ്ങൾ ഇരിക്കുന്നത്. സന്ധ്യയൊക്കെ ഞാൻ വീട്ടിൽ കയറിയിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഞങ്ങൾ എത്ര നാൾ ഇവിടെ മുമ്പോട്ട് പോകും? പശുവിനെ അല്ലാതെ വേറൊരു മൃഗത്തെയും കൂടി കൊന്നിട്ടുണ്ടോ അറിയോ? പശുവിനെ ഇഷ്ടംപോലെ മൃഗങ്ങളെ ഇന്നത്തെ ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ നിലവിൽ ഈ പശുവിനെ കൊന്നേക്കുന്നത് മൊബൈൽ നോക്കാണ്ടിരിക്കും. മൊബൈല് കടുവ പോയി അവർ കാണൂല. അവര് എന്നാൽ ലാസ്റ്റ് ഞങ്ങളെ പോയി ഓട്ടിയാള് അത്ര നിഷ്ക്രമായിരിക്കും ഈ ഫോർച്ചുകാര്. വലിയ സമരം തന്നെ, തീർച്ചയായും വലിയ സമരം, വലിയ രീതിയിൽ ജീവിക്കാനുള്ള വലിയ പ്രയാസം അനുഭവിക്കുന്നു. ഭയങ്കര പ്രയാസം തന്നെ. വന്യമൃഗങ്ങളെ കൊണ്ട് രാത്രി പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ഇതാണ്. 6 മണി 7 മണിക്ക് ശേഷം ടൗണൊക്കെ വിജനമാകുകയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവുന്നില്ല, കുട്ടികളെ സ്കൂളിൽ വിടാനാവുന്നില്ല. വിനിത, പ്രധാനമായും നമ്മൾ പറയേണ്ടത് പോളിന്റെ മൃതദേഹം ഇപ്പോഴും ഇവിടെ വച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമാവാതെ ഈ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാരും പ്രതിഷേധക്കാരും അടക്കം പറയുന്നത്. കാരണം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ചർച്ചയുടെ യാതൊരു തീരുമാനവും വരുന്നില്ല. കൂടാതെ പോളിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണം. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാലേ പിരിഞ്ഞു പോകാൻ കഴിയൂ.